നേരത്തെ നമ്മൾ പറഞ്ഞത് ഇഡിയുമായി ബന്ധപ്പെട്ട നിർണായകമായ റെയ്ഡുകൾ 21 ഇടങ്ങളിൽ ഒരേ സമയം പരിശോധന നടക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരമാണ്. ഒരു സ്ഥലത്ത് ഇഡിയുടെ പരിശോധന നടക്കുകയാണെങ്കിൽ SIT സംഘം സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് നേരത്തെ CK അഭിലാൽ അവിടെ നിന്ന് പങ്കുവച്ചത്. 2 ദിവസങ്ങളായി സന്നിധാനത്ത് SITയുടെ പരിശോധന തുടരുകയും ചെയ്യും. നമ്മൾ ഈ കാണുന്നത് മുരാരി ബാബുവിന്റെ കോട്ടയത്തുള്ള വീടാണ്. ചങ്ങനാശ്ശേരി പെരുന്നയിലാണ് മുരാരി ബാബുവിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. മുരാരി ബാബു ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. ചങ്ങനാശ്ശേരി പെരുന്നയിലെ ഈ വീട് നോക്കൂ, ചങ്ങനാശ്ശേരി പെരുന്നയിലെ ഒരു കട മാത്രം ഉണ്ടായിരുന്ന ഒരാളാണ് മുരാരി ബാബുവിന്റെ അച്ഛൻ എന്ന് പറയുന്നത്. വളരെ സാധാരണമായ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരാൾ ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥനായി പിന്നീട് മാറുന്നു. ഈ കാലയളവിനുള്ളിൽ വലിയ തോതിലുള്ള സമ്പാദ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുടെ പലരുടെയും വിമർശനം. ഈ വീട് പണി തീരുന്ന സമയത്ത് തന്നെ എങ്ങനെയാണ് ഒരു കുടുംബത്തിന് ഇത്രയും വിപുലമായ ധനം ഉണ്ടാകുന്നത് എന്നത് സംബന്ധിച്ച വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ദേവസ്വം ബോർഡിലെ ജോലി കൊണ്ട് ഇത്രയും പണം സമ്പാദിക്കാനാകുമോ എന്നുള്ളതാണ് SITയുടെ അന്വേഷണത്തിലൂടെ അവർ വ്യക്തമാക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ. മുരാരി ബാബുവിന്റെ ബാങ്ക് ഇടപാടുകൾ അടക്കമുള്ള രേഖകൾ SIT ശേഖരിച്ചിട്ടുണ്ട്. മുരാരി ബാബു ഈ കേസിൽ ആദ്യമായി അറസ്റ്റിലാകുന്ന ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശേഷം അറസ്റ്റിലാകുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലാകുന്നത് മുരാരി ബാബുവാണ്. മുരാരി ബാബുവിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് അറസ്റ്റുകളുടെ ഒരു വലിയ ഘോഷയാത്രയുണ്ടാകുന്നത്. എങ്ങനെയാണ് ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം ഇതുമായി ബന്ധപ്പെട്ട പ്രതികളുടെ ധനാഗമന മാർഗമായി മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് SITയുടെ പരിശോധനയിൽ വരുന്നത്. 1994 മുരാരി ബാബുവിന് അവിടെ ജോലി കിട്ടുന്നത്. 94 എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 98 അവിടെ ഈ വിജയ് മല്യയുടെ ഗ്രൂപ്പ് 32 കിലോ സ്വർണം അവിടെ പൊതിയുന്നത്. അതായത് 94 ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിരിക്കുന്ന മുരാരി ബാബുവിന് കോടതിയുടെ ഉത്തരവിൽ, ദേവസ്വം വിജിലൻസിന്റെ ഉത്തരവിൽ വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണ്, വിജയ് മല്യ അവിടെ 32 കിലോ സ്വർണം പൊതിഞ്ഞ കാലഘട്ടത്തിലടക്കം ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനായിരുന്ന മുരാരി ബാബുവിന് ഈ സ്വർണത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. അറിഞ്ഞുകൊണ്ടാണ് സ്വർണം ചെമ്പായി മാറ്റുന്ന പ്രക്രിയ അദ്ദേഹം കണ്ടുകൊണ്ടു നിന്നത്. 94 അവിടെ ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥനായി പ്രവേശിച്ച മുരാരി ബാബു ഈ കാലയളവ് കൊണ്ട് ഉണ്ടാക്കിയ ധനം, 10-30 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ധനം എങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥന് മാത്രമായി സമ്പാദിക്കാൻ കഴിയുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകും. ഇനി പത്മകുമാറുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ പത്മകുമാർ ജനപ്രതിനിധിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആസ്തി എത്രയാണ് എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരം സർക്കാർ രേഖകളിലുണ്ട്. ഈ കാലയളവിൽ പത്മകുമാറുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വളർച്ചയും കൃത്യമായി പരിശോധിക്കാൻ ഇഡിക്ക് അങ്ങനെ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇഡി കൂടി കളത്തിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ജയിൽവാസം അനന്തമായി നീളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷിനോജ് ജസ്റ്റ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം മുരാരി ബാബുവിന്റെ കോട്ടയത്തെ വീടിന് സമീപത്ത് നിന്ന് ചേരുകയാണ്. ഷിനോജ്, 7:15 മറ്റോ തുടങ്ങിയ പരിശോധനകളാണ്. 3-4 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു, ഇപ്പോഴും തുടരുകയാണ്. അത് തന്നെയാണ്. 6:30 കൂടിയാണ് ഇഡി സംഘം ഇവിടേക്ക് എത്തിയത്. എന്നാൽ പരിശോധന തുടങ്ങിയത് 7:15 കൂടിയാണ്. ഈ അന്വേഷണ സംഘം 5 ഉദ്യോഗസ്ഥരാണ് ഇഡി സംഘത്തിനും ഉണ്ടായിരുന്നത്. അതിലൊരു വനിതാ ഉദ്യോഗസ്ഥ ഉൾപ്പെടെ ഉണ്ട്. ഈ വീട്ടിൽ മുരാരി ബാബുവിൻ്റെ ഭാര്യയും മക്കളുമാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യ ഘട്ടത്തിൽ തന്നെ ഇഡി ഉദ്യോഗസ്ഥരെത്തി ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് ഭാര്യയ്ക്ക് നൽകി. തുടർന്ന് 7:15 കൂടി ഈ പരിശോധന തുടങ്ങുകയായിരുന്നു. എന്തായാലും നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട SIT സംഘം മുരാരി ബാബുവിൻ്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായും ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്ന് SIT സംഘം പിടിച്ചെടുത്തതുമാണ്. എന്നാൽ ഇഡി സംഘം പ്രധാനമായി അന്വേഷിക്കുന്നത് ഇതിൽ കൂടുതൽ, പ്രത്യേകിച്ച് ഈ കോട്ടയത്തെ പല ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ മുരാരി ബാബു സ്പെഷ്യൽ ഓഫീസറെ, പ്രത്യേകിച്ച് ഈ ഉത്സവ സമയത്ത് സ്പെഷ്യൽ ഓഫീസറായി ഒക്കെ തന്നെ ഇവിടെ ജോലിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വൈക്കം, ഏറ്റുമാനൂർ, തിരുനക്കര ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലാണ് അത്തരത്തിൽ മുരാരി ബാബു സ്പെഷ്യൽ ഓഫീസർ തസ്തികയിൽ അവിടെ ജോലിക്ക് വേണ്ടി എത്തിയത്. ആ സമയത്തൊക്കെ തന്നെ ഈ ആനകളുടെ കരാറുകളുമായി ബന്ധപ്പെട്ട്, ആനകൾ ഈ ഉത്സവ സമയത്ത് കൊണ്ടുവരുന്ന ആനകളുടെ കരാറുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് മുരാരി ബാബു നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ നേരത്തെ തന്നെ SIT സംഘം കണ്ടെത്തിയതാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനയാണ് നിലവിൽ ഇപ്പോൾ ഇഡി സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും 7:15 തുടങ്ങിയ പരിശോധന അത് ഇപ്പോഴും തുടരുകയാണ്. പ്രധാനമായും ബാങ്ക് അക്കൗണ്ടുകൾ, ഈ വീട് പ്രധാനപ്പെട്ടതാണ്. കാരണം 2019 ഒറ്റ വർഷം കൊണ്ട് നിർമ്മിച്ച വീടാണ്. ചങ്ങനാശ്ശേരി പെരുന്നയിലെ ഈ വലിയ വീട് എന്ന് പറയുന്നത് ആ സമയത്ത് തന്നെയാണ് ഈ നിർണായകമായിട്ടുള്ള സ്വർണ്ണക്കുള്ള നടന്നതായി നിലവിൽ ഇപ്പോൾ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് വീട് വെച്ചത്. ഈ നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ പെരുന്നയ്ക്ക് സമീപത്ത് തന്നെയാണ് ചങ്ങനാശ്ശേരിയിൽ മുരാരി ബാബുവിൻ്റെ അച്ഛന് ഒരു ചെറിയ കടയായിരുന്നു. ആദ്യം കോൺസ്റ്റബിളായിട്ടാണ് ഈ മുരാരി ബാബു ജോലിയിൽ പ്രവേശിക്കുന്നത്. തുടർന്ന് ദേവസ്വം ബോർഡിൽ ജോലിക്ക് കയറിയതിനു ശേഷം വളരെ പെട്ടെന്ന് ഒരു സാമ്പത്തിക വളർച്ച മുരാരി ബാബുവിനുണ്ടായി. ഒരു ക്ലർക്കായിട്ടാണ് മുരാരി ബാബു ജോലിയിൽ കയറുന്നത്. പക്ഷേ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായൊക്കെ തന്നെ വലിയ അടുത്ത ബന്ധം മുരാരി ബാബുവിന് ആ സമയം മുതൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെ നിലവിൽ ഇപ്പോൾ ഇഡി പരിശോധിക്കുകയാണ്. എന്തായാലും 7:15 കൂടി പരിശോധന മുരാരി ബാബുവിലെ പെരുന്നയിലെ വീട്ടിൽ ഇപ്പോഴും തുടരുകയാണ്.